At your highest moment, be careful. That's when the devil come for you. Yes, the devil, the Stephen Nedumpalli, ഖുറേഷി എബ്രഹാം വൺ ആൻഡ് ഓൺലി ലാലേട്ടന്റെ എംപുരാൻ തന്നെയാണ്. യൂട്യൂബിലും എവിടെ നോക്കിയാലും നമ്മുടെ എംപുരാന്റെ വാർത്തയാണ്. യൂട്യൂബ് തുറന്നാൽ എംപുരാൻ, ഗൂഗിളിൽ എംപുരാൻ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അയ്യോ ഇതെന്താണ് പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ, എന്താണ് എങ്ങനെയാണ്, ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് നേരത്തെ വന്നത്. ലൈക്ക പ്രൊഡക്ഷൻ അവരുടെ പ്രൊഡക്ഷനിൽ നിന്നാണോ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണോ പിന്മാറിയായിരുന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ലൈക്കയുടെ ഒരു പാട്ട്, ഐ തിങ്ക് ഒരു ചിത്രമൊക്കെ എംബ്ലൊക്കെ ഇപ്പോഴും പോസ്റ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പ്രൊഡക്ഷനിൽ ഇപ്പോഴും ഉണ്ട്. മേ ബി ഡിസ്ട്രിബ്യൂഷനിലായിരിക്കണം കുറച്ച് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അറിയില്ല എങ്ങനെയാണ്. എന്നാലും ലൈക്ക ഇന്ന് പിന്മാറി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് അവരെന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ വാർത്തയാണ് വന്നത്. ഇതിന്റെ ആശീർവാദ് സിനിമേന്റെ കൂടെ നമ്മുടെ മലയാളത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്നായ ശ്രീഗോകുലം മൂവീസ് എംപുരാനെ താങ്ങി പിടിച്ചു. മാർച്ച് 27 റിലീസ് വെച്ചു എന്നുള്ളൊരു വാർത്ത നമ്മൾ ടീസറിലെ കണ്ടാണ്. മാർച്ച് 27 റിലീസ് എന്നുള്ളത്. സോ ഇത് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് മാർച്ച് 27 തീയതി മാറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയ സിനിമ, ഇത്രയും വലിയ പ്രൊഡക്ഷൻ, ഇത്രയും വലിയ സെറ്റപ്പ്, ഹ്യൂജ് സിനിമ, എന്നിട്ട് നിസ്സാരം മേ ബി ഈ പ്രശ്നങ്ങൾ കൊണ്ട് റിലീസ് നീട്ടി വെക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. സോ ആ സമയത്താണ്, കറക്റ്റ് സമയത്താണ് നമ്മളെ ഗോപാലേട്ടൻ വന്നിട്ട് നമ്മൾ എംപുരാനുമായി കൈകോർക്കുന്നു. അത് അവരൊരു പ്രൊഡക്ഷൻ പാർട്ണറായിട്ട് മാറുന്നു ആശീർവാദിനൊപ്പം. അത് വലിയൊരു ന്യൂസായി. അതിനുശേഷം മക്കളെ, ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം എംപുരാൻ എന്താ പറയാ, എവിടെ നോക്കിയാലും എംപുരാൻ. പൃഥ്വിരാജ് പിന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കുറെ അപ്ഡേറ്റ്സുകൾ, അത് ഓരോന്നായിട്ട് മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇടുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനം, റിച്ച് സാധനം. എന്റെ മോനെ, ഓരോ സാധനങ്ങൾ ഇറക്കി വിടുന്ന സമയം നമുക്കിങ്ങനെ നമ്മളെ നമ്പർ ഇത് മലയാള സിനിമ തന്നെയാണോ? അത് അതിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. ടീസർ ആ ടൈമിലുള്ള പോസ്റ്റർ അങ്ങനെ തന്നെയായിരുന്നു. 1/1 എന്ന് പറഞ്ഞ മികച്ച ഒരു സിനിമ, ഹ്യൂജ് സിനിമയുടെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പോകുന്നത് അറിയില്ല, അത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളാണ് എംപുരാനെ കുറിച്ച് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ കുറച്ച് പ്രൊമോഷൻ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പേഴ്സണലായിട്ട് ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ ഈ കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഈ എംപുരാനെ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയായിട്ടാണ് ഈ കൈകോർക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവങ്ങളുണ്ട്. അതായത് ഡിസ്ട്രിബ്യൂഷനിൽ. സോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഹീസ് എ ബുദ്ധി രാക്ഷസാണ്. ഞാൻ നേരത്തെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജിനെ പോലെ മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെ മലയാള സിനിമയിൽ പാൻ ഇന്ത്യൻ ലെവലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനോ സംവിധായകനോ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ആക്ടർ എന്ന നിലയിൽ പൃഥ്വിരാജ് ആണ് ഇപ്പൊ മലയാളത്തിനെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നത്, മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഹി ഹാസ് എ കണക്ഷൻ. എല്ലാ ബോളിവുഡിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും എല്ലായിടത്തും മൂപ്പർക്ക് ആ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് കൊണ്ട് ഈ എംപുരാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഏർപ്പെടുത്തി അല്ലെങ്കിൽ കൈകോർക്കുന്ന ടീമുകളെ കണ്ടാൽ നമ്മൾ ഞെട്ടും. ശരിക്കും പറഞ്ഞാൽ കർണാടകയിൽ ഇപ്പൊ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹോംബാല പ്രൊഡക്ഷൻസ് ആണ് കർണാടകയിൽ മൊത്തമായിട്ട് എംപുരാന്റെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. സോ ഹോംബാല പ്രൊഡക്ഷൻ നമുക്കറിയാം, സലാർ, KGF മുതലായ, കാന്താര മുതലായ അത്രയും മികച്ച സിനിമകൾ, അതിന് ഹ്യൂജ് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഹോംബാല എന്ന് പറയുന്നത്. സോ എംപുരാനെ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ സലാറിലെല്ലാം പോയിട്ട് അഭിനയിച്ചിട്ട് ഇതൊക്കെയാണ് പഠിച്ചിട്ട് വന്നില്ല. കണക്ഷൻസ്, ആ കണക്ഷൻ വളരെ കൃത്യമായിട്ട് എംപുരാന്റെ കേസിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യൂസ് ചെയ്തു. ഹോംബാല പ്രൊഡക്ഷൻസ് കർണാടകയിൽ മൊത്തം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ആൻഡ് SVC പറഞ്ഞ ശ്രീ വെങ്കടേശ്വര പ്രൊഡക്ഷൻ ഹൗസ് എന്നാണ്. അതിന്റെ ദിൽരാജു ആണ്. ദിൽരാജു എന്ന് പറഞ്ഞാൽ ഈ ആന്ധ്ര തെലുങ്കാനയിലെ ഏറ്റവും വലിയൊരു ബിഗ് ഫിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദിൽരാജുവിന്റെ കീഴിലുള്ള ഈ SVC പ്രൊഡക്ഷൻസ് ഹൗസ്, അവരാണ് തെലുങ്കാനയിലും ആന്ധ്രയിലും ഇപ്പം SVC കുറെ ഹിറ്റ് സിനിമ, കൊമേഴ്ഷ്യൽ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് SVC. സോ SVCയുമായിട്ട് കൈകോർത്ത് കൊണ്ട് പൃഥ്വിരാജ് ആന്ധ്രയിൽ എംപുരാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. കൺഫേം ആണ് ന്യൂസ്. സോ ഇത്തരത്തിലുള്ള ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഞെട്ട്. അതായത് സംസ്ഥാനങ്ങളിലെ ആ ഒരു മേഖലയിലെ ഭീമന്മാരെ തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജും മോഹൻലാലും എംപുരാന്റെ ടീമും കൈകോർത്തിട്ടുള്ളത്. ആൻഡ് ബോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ അനിൽ തലാനിയുടെ ഉടമസ്ഥതയിലുള്ള
എ ഫിലിംസ് ആണ് ബോളിവുഡിൽ എംപുരാനെ ഡിസ്ട്രിബ്യൂട്ട് പാർട്ണറായിട്ട് ആശീർവാദമായിട്ട് കൈകോർത്തിട്ടുള്ളത് എന്ന് പറയുന്നത് വലിയ ന്യൂസാണ്. ബിക്കോസ് അനിൽ തലാനി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, ആ ഒരു ആള്, അവരുടെ പ്രൊഡക്ഷൻ ഹൗസും ബോളിവുഡിൽ അടക്കി വാഴുന്ന ഒരു ടീമാണ്. അവരാണ് അതിന്റെ അടുത്ത മെയിൻ. ഒരു സിനിമ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ദെൻ നോക്കേണ്ട കാര്യമില്ല. ഒരു കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ തിയേറ്റർ സ്ക്രീൻസ് നമുക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെയാണ് കർണാടകയിലും ഹോംബാലയും SVC ഇതിലും വരുന്നത്. ആൻഡ് ഇതിൽ തമിഴ്നാട്ടിൽ ഏതാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ലൈക്ക തമിഴ്നാട്ടിലുണ്ടോ അല്ലെങ്കിൽ വേറെ ഏത് ടീമാണെന്ന് അറിയില്ല. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളും ആശീർവാദം കാര്യങ്ങളുണ്ട്. സോ എല്ലായിടത്തും അതേ ആ സംസ്ഥാനത്തിന്റെ ഭീമന്മാരെ തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് വളരെ കണ്ണിങ് ആയിട്ട്, വളരെ എഫേർട്ട്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോംബാല, അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോംബാല പ്രൊഡക്ഷൻ മലയാളം സിനിമ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ SVC ഏറ്റെടുക്കുക, ഇപ്പൊ ദിൽരാജുവിന്റെ എ ഫിലിംസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ടഫ് ജോബ്. പക്ഷെ ഇന്ന് പൃഥ്വിരാജിന് ഈ മേഡ് ഇറ്റ് ലൈക്ക് ഇൻ എ ഫോൺ കോൾ എന്നാണ് പറഞ്ഞത്. അത് ഒരു റിങ് മാത്രമേ കൊടുത്തുള്ളൂ, അവരെടുത്തു, സംസാരിച്ചു, നമ്മൾ റെഡിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മലയാള സിനിമയുടെ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ബെഞ്ച് മാർക്ക് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇത് എല്ലാവർക്കും ഉള്ളൊരു മോട്ടിവേഷൻ ആണ്, എല്ലാവർക്കും ഒരു ഇനി വരാൻ പോകുന്ന, അതായത് എംപുരാൻ എന്നല്ല, ഇനി എംപുരാൻ തൊട്ട് ഇനി മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടണം. നമ്മുടെ ഇതുവരെ പറഞ്ഞു ബഡ്ജറ്റ് കുറവാണ്, അങ്ങനെയാണ്, ബിഗ് സിനിമാസ് ഒന്നും വരുന്നില്ല. ഇത് അതിനുള്ള ഒരു മാറ്റമായിട്ട് അല്ലാതെ ഞെട്ടണം. അഥവാ കർണാടകയിൽ ഞെട്ടണം, ബോളിവുഡിൽ ഞെട്ടണം, തമിഴ്നാട്ടിൽ ഞെട്ടണം, പാൻ ഇന്ത്യ കത്തണം എന്നുള്ള ലെവൽ തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ KGF എല്ലാം കയറിയ പോലെ, KGF കയറിയോണ്ട് കർണാടക ഇൻഡസ്ട്രി എവിടെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി എവിടെ എത്തി? അതേപോലെ ഇപ്പൊ RRR, ബാഹുബലി, അതൊക്കെ കണ്ട് ഞെട്ടിയില്ലേ ആൾക്കാർ. അതേപോലെ നമ്മുടെ ഐറ്റം കണ്ട് ഞെട്ടാൻ ഈ നോർത്ത് ഇന്ത്യക്കാരും അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമ ഇൻഡസ്ട്രികളും മാർച്ച് 27 ശേഷം ഞെട്ടും എന്ന് തന്നെയാണ് നമ്മൾക്കും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഗ്ലോബൽ ബുക്കിംഗിന്റെ കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിട്ടാണ് എംപുരാന്റെ ഓരോ പോക്ക്. UK ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇതുവരെ കാണാത്ത തിയേറ്റർ സ്ക്രീൻസ് ആണ്. അതായത് 230 സ്ക്രീൻസിലധികമൊക്കെയാണ് അമേരിക്കയിലും US എടുക്കുന്നത്. ഇപ്പൊ ജർമ്മനിയിലാണെങ്കിലും അതേപോലെ സെർബിയ, അങ്ങനത്തെ കുറെ കൺട്രീസിൽ ഇതുവരെ കാണാത്ത എത്രത്തോളം സ്ക്രീൻസ് ഇടാൻ പറ്റും. അതൊരു വലിയ റെക്കോർഡായിട്ട് മാറിക്കൊണ്ട്, ഇത് മലയാള സിനിമക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റെക്കോർഡ്, മേ ബി ഒരു ഇന്ത്യൻ സിനിമക്ക് തന്നെ കിട്ടാൻ പറ്റുന്ന അത്തരത്തിലേക്ക് പോവാണ് സംഭവങ്ങൾ. സോ ഇതെന്ന് പറഞ്ഞാൽ പ്രൊമോഷനും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലൊന്നും അല്ല. ആൻഡ് ഇത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു വേൾഡ് വൈഡ് സിനിമ ഇറങ്ങുന്ന പോലൊക്കെ തന്നെയാണ് ഈ സംഭവം ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാലും ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു തോക്ക് പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്ന സമയത്ത് വലിയൊരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വേറെ എന്തെങ്കിലും ട്രെയിലറിന്റെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരക്ടർ സംഭവങ്ങളാണോ. പക്ഷെ അതൊന്നും അല്ല. അതിനേക്കാളും വലിയ ഞെട്ടിച്ചിന്ന് 6 മണി കണ്ടെന്ന് പറഞ്ഞാൽ യെസ്, ഇതാണ് ഐമാക്സുമായിട്ട് അത് ഐമാക്സ് സിനിമയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന മലയാള സിനിമ എന്നുള്ളൊരു ഖ്യാതി അല്ലെങ്കിൽ ആ ഒരു സംഭവം, പ്രൗഡ് മൊമെന്റ് എംപുരാന് സ്വന്തമായിരിക്കുകയാണ്. സോ ഐമാക്സിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ഐമാക്സ് തിയേറ്റേഴ്സുകൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറെ ഐമാക്സ് സെന്റേഴ്സ് ഉണ്ട്. സോ അടുത്തേക്കെല്ലാം പോകുന്ന സമയത്ത് ഈ ഐമാക്സിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സംഭവം വിത്ത് ക്വാളിറ്റി, വിത്ത് സൗണ്ട് ക്വാളിറ്റി, സ്ക്രീൻ പ്രസൻസ്, ആ ഒരു റേഷ്യോയിലൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പൊ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഐമാക്സിലൊക്കെ ഇറങ്ങുന്നത്, ബോളിവുഡൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഐമാക്സിൽ ഒരു സിനിമ ഇറങ്ങുന്ന പറഞ്ഞാൽ അതെല്ലാം ഭയങ്കര കാര്യം, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല. ഇതൊക്കെ ഭയങ്കരമായ പ്രൗഡ് മൊമെന്റ് ആണ്. അത് ഓരോ റെക്കോർഡായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന മൂവി ഇൻഡസ്ട്രി ഒരു ന്യൂസ് എന്ന് പറഞ്ഞാല്, അതായത് ആടെയും ഫാൻ ഷോ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആടെ എല്ലാ സൂപ്പർ സ്റ്റാറിനും ഫാൻ ഷോ ഉണ്ട്. അതേപോലെ എംപുരാന് തെലങ്കാനയിൽ ഒരു ഫാൻ ഷോ, ആ ഫാൻ ഷോ സംഘടിപ്പിക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ അടുത്ത മെഗാ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു ആണ്. മഹേഷ് ബാബുവിന്റെ ഫാൻസ് അസോസിയേഷൻ എംപുരാന് വേണ്ടിയിട്ട്, ലാലേട്ടന്റെ പടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ പടത്തിന് വേണ്ടിയിട്ട് മഹേഷ് ബാബുവിന്റെ ഫാൻസ് അസോസിയേഷൻ തെലങ്കാനയിൽ സ്പെഷ്യൽ ഷോസ് നടത്തുന്നു. എന്റെ മോനെ, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന നോക്കി ഇത് ആലോചിച്ച് നോക്ക്. മഹേഷ് ബാബുവിന്റെ ഫാൻസ് ആണ് അവിടെ സ്പെഷ്യൽ ഷോ നടത്തുന്നത്. ഇനിയിപ്പം വേറെ സംസ്ഥാനത്ത് ഇങ്ങനെ എത്ര സ്പെഷ്യൽ ഷോ നടക്കുന്നെന്ന് കണ്ടറിയണം. ആൻഡ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇതിലെ ഒരു ക്യാമിയോ എന്തായാലും ഉണ്ട് എന്നുള്ളൊരു 100% ഉറപ്പാണ്. അതിപ്പോ അതിന്റെ ക്യാമറമാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, സുജിത്ത് ആണെന്ന് തോന്നുന്നു, മൂപ്പരന്നെ പറഞ്ഞാണ് ഇതില് ക്യാമിയോ പ്രതീക്ഷിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ 100% ദർ ഈസ് എ ക്യാമിയോ റോൾ. ആ ക്യാമിയോ റോളാണ് ഇതിന്റെ വില്ലനാണോ അത് വേറെന്താണോ സംഭവം എന്നറിയില്ല. എന്തായാലും ഈ ക്യാമിയോ റോൾ ഉണ്ട്. അത് വലിയൊരു
നടനാണ്. വലിയ വലിയ പേരുകളൊക്കെ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. കിങ് ഖാന്റെ കേൾക്കുന്നുണ്ട്, രജനീകാന്തിന്റെ കേൾക്കുന്നുണ്ട്, സഞ്ജയ് ദത്ത്, അങ്ങനെ ഇനിയിപ്പോ വില്ലൻ ഒന്നും അറിയില്ല. അതൊരു വലിയൊരു ക്യാമിയോ, വലിയൊരു സസ്പെൻസ് ആണ്. ട്രെയിലറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി മാർച്ച് 20 എംപുരാന്റെ ലൂസിഫറിന്റെ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. ആ സമയത്ത് മാർച്ച് 26 മറ്റായിരുന്നു റിലീസ്, 27, 28 ആ ഡേറ്റ്. അപ്പൊ മാർച്ച് 20 ലൂസിഫർ അന്ന് 2019 റിലീസ്, ട്രെയിലർ റിലീസ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അതേ ഡേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ ട്രെയിലർ വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് 18 2 ദിവസം, മേ ബി മാർച്ച് 20 നമുക്ക് ട്രെയിലർ പ്രതീക്ഷിക്കാം. ഇത്രയും സൈക്കോളജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതും പൃഥ്വിരാജ് സുകുമാരൻ ചെയ്യും എന്തായാലും. സോ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അത് എജ്ജാതി ട്രെയിലർ 2 മിനിറ്റ് 2 UA സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്. 2 മിനിറ്റ് 30 സെക്കൻഡ്, മേ ബി അറിയില്ല, 3 മിനിറ്റിന് അടുത്തോളം വരുന്ന ഒരു ട്രെയിലർ. ആ ട്രെയിലർ ആദ്യമായിട്ട് ഇപ്പൊ കണ്ടത് രജനീകാന്താണ്. അതിന്റെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. രജനീകാന്ത് രജനീകാന്ത് കണ്ടിട്ടുള്ള അഭിപ്രായം, ആ പറഞ്ഞത് പൃഥ്വിരാജ് പറയുന്നത് താങ്കൾ കണ്ടിട്ട് പറഞ്ഞ ആ ഒരു അഭിപ്രായം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇതാണൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ഞെട്ടിയിട്ടുണ്ട് ട്രെയിലർ കണ്ടിട്ട്, ആദ്യമായിട്ട് കാണുന്നതാണ്. സോ നമുക്കിനി ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഗൈസ്. അത് എജ്ജാതി ട്രെയിലറാണ്. എന്തൊക്കെ നടക്കും ഒന്നും പറയാൻ പറ്റൂല. സോ yeah man, I'm so super proud to be a Mohanlal fan അല്ലെങ്കിൽ എംപുരാൻ ഫാൻ. പൃഥ്വിരാജ് എന്നെല്ലാം പറഞ്ഞാൽ ജം ഓഫ് എ പേഴ്സൺ യാർ. he's a best ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ ഇജാതി ഫാൻ ഷോ ആണ്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ നാട്ടിലും ഫാൻ ഷോ ആണ്. 6 മണിക്കാണ് ഫാൻ ഷോ തുടങ്ങുന്നത്, 4 മണിക്കൊന്നല്ല, 6 മണിക്കുള്ള ഫാൻ ഷോ. എനിക്ക് തോന്നുന്നു 6 മണിക്ക് പെർഫെക്റ്റ് ടൈമാണ്. ഇപ്പൊ 4 മണിക്കേ പോയിട്ട് 3 മണിക്കുള്ള ഫാൻ ഷോ ഒന്ന് ഉറക്കൊഴിഞ്ഞ് ക്യൂ നിന്ന് അവസാനം എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ പറയും ഉറക്കം പോയി ഇവന്റെ ഒടുക്കത്തെ പടം എന്നൊക്കെ പറയും. 6 മണിക്ക് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമാണ്. 6 മണി to 8 മണി നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് കറക്റ്റ് പോയിട്ട് കാണാം. എന്തായാലും മക്കളെ, മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഹിറ്റിലേക്ക്, മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക്, ഇത് മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആവുന്ന, അല്ലെങ്കിൽ ലാലേട്ടനെ പാൻ ഇന്ത്യൻ ലെവൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന നടൻ തന്നെയാണ്. പക്ഷെ ആ ഒരു ലെവൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ KGF പോലെ, ആ ഒരു ലെവലിലേക്ക് മലയാള സിനിമയുടെ ഒരു സിനിമയെ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എടുക്കാൻ തന്നെയാണ് പ്ലാൻ. അതെന്തായാലും 101% ഐ ആം കോൺഫിഡന്റ് ഇൻ പൃഥ്വിരാജ് സുകുമാരൻ, മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ, നമ്മുടെ എംപുരാന്റെ മൊത്തം ടീമിലും. ആൻഡ് മാർച്ച് 27 എന്ന് പറഞ്ഞാൽ അതൊരു ഡേറ്റ്, ഫസ്റ്റ് ഷോ കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു ഡേറ്റിൽ ഞാൻ ഉണ്ടാവും, പോയി കാണും. ആഘോഷം. ദാറ്റ്സ് ദി കേസ്. നമ്മൾ എബ്രഹാം ഖുറേഷിനെ കാണാൻ വേണ്ടിയിട്ട് മാർച്ച് 27 വരെ ഇനി 9 ദിവസങ്ങൾ കാത്തിരുന്ന് കാണുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ്, ഇറ്റ്സ് ബാൾട്ട് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.